ചെയ്യുന്നത്? ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്ത കാലത്ത് ഇങ്ങേരെ ഉണ്ടാക്കിയ കോൺസേർട്ടിന്റെ ഒക്കെ ക്രൗഡ് എന്ന് പറയണുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റിന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റൂല. ഇപ്പോഴത്തെ ഈ മൈക്കിൾ ജാക്സൺ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി 2026 ഒരു ഷോ ചെയ്യുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂമി ഉൽക്കം അല്ല, എന്താ വരാൻ പോണേന്ന് പോലും പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? Remember sitting down, crowds and bumper to bumper cars and വേറെ എല്ലാ കോൺസ്പിറസി തിയറി എനിക്ക് നൈസായിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം മാത്രം, പല സംഭവങ്ങളും മൈക്കിൾ ജാക്സന്റെ കോൺസ്പിറസി തിയറി തന്നെ പല സംഭവങ്ങളും സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ മാത്രം ഭയങ്കര അത്ഭുതമാണത്. ഒരേ ശബ്ദം, പിന്നെ ഒറിജിനൽ ഡേവും ഈ ഡേവുമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതിൽ എന്തോ ഒരു ചെറിയ കഥ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മൈക്കിൾ ഇസ് ദ കിങ് ഓഫ് ഡിസ്ഗൈസ്. പല വീഡിയോകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രോസ്തറ്റിക് മേക്കപ്പും ഓരോരോ വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹി ലവ്സ് ടു ബി ഇൻ ഡിസ്ഗൈസ്. ഇനി ഒരു പക്ഷേ ഈ കോൺസ്പിറസി തിയറി ശരിയാണെങ്കിൽ ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഡേവിന്റെ രൂപത്തിൽ മൈക്കിൾ ജാക്സൺ ആണ് ഇരുന്ന് സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വരികൾ ഈ 2 വരികളായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എന്താലേ, അയ്യോ, അങ്ങനെ വല്ല ജീവനോടല്ല വന്നാലേ എന്റെ അമ്മൂ ഓറ അങ്ങ് കേറൂല്ലേ.